ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കഡാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്ന ഒരു അടിപൊളി ചൂടിനുള്ള ഒരു ജ്യൂസാണ്. ഈ നോമ്പ് സമയത്ത് നല്ല ക്ഷീണം മാറ്റുന്ന ഒരു ബത്തക്ക ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോക്ക് പോവാം, ജ്യൂസിൻ്റെ പണി തുടങ്ങാം. ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെറിയ കഷ്ണം ബത്തക്കാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 2-3 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബത്തക്ക നല്ല ചെറുതാക്കി അരിഞ്ഞെടുക്കണം. കുരുവൊന്നും പ്രശ്നമില്ല, കുരുവൊക്കെ അതിൽ കിടന്നോട്ടെ, കുരുവൊന്നും വിഷയമുള്ള കാര്യമില്ല. ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഒരു പീസ് ഫുള്ളായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കസ്കസ് കയ്യിൽ ഉള്ള ആളുകൾ അത് കുറച്ച് എടുത്തുകഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ എടുത്തുകഴിഞ്ഞ് വെള്ളത്തിലിട്ടിക്കുക. ഈ നമ്മൾ ജ്യൂസിൻ്റെ പണി എടുക്കുമ്പോൾ തന്നെ വെള്ളത്തിലിട്ടിക്കുക. അത് പൊതുന്ന് കിട്ടിയാൽ നല്ലതാണ്. ഇപ്പം എൻ്റെ അടുത്ത് ആ സാധനം ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അതുണ്ടെങ്കിൽ വളരെ സൂപ്പറാവും. അപ്പോൾ നമ്മൾ ബത്തക്കൊക്കെ ചെറുതായിട്ട് ചെത്തി അരിഞ്ഞെടുത്തിട്ട് ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു ജ്യൂസാണത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിനിപ്പോൾ അതിൻ്റെ പണിയൊന്നുമില്ല. അപ്പോൾ അതിന് ബത്തക്ക ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. പിന്നെ ഇപ്പോൾ എക്സ്ട്രാ വേണ്ടിയത് പാലാണ്. ഇപ്പോൾ അര ലിറ്റർ പാലുണ്ടെങ്കിൽ 2-3-4 ഗ്ലാസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളങ്ങനെ കണ്ടപ്പോൾ നമ്മൾ 2 ആൾക്കാരുള്ളൂ, 2 ആൾക്കാർ 3 ഗ്ലാസ് ഉണ്ടാക്കാം. അപ്പോൾ അര ലിറ്റർ പാല്, ഒരു കഷ്ണം ബത്തക്ക എടുക്കുന്നത്. അപ്പോൾ ബത്തക്കയൊക്കെ ഏകദേശം നമ്മൾ ചെത്തി റെഡിയാക്കി. അത് മറ്റുള്ള ജ്യൂസിൻ്റെ മാതിരില്ല, നല്ലൊരു തണുപ്പ്, നല്ലൊരു സുഖമാണ്. നമ്മൾ ബത്തക്ക അല്ലാണ്ട് തിന്നുന്ന മാതിരി പിന്നെ ജ്യൂസാക്കി കുടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. നല്ലൊരു സാധനമാണ്. അപ്പോൾ നമ്മളത് ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി, അതെല്ലാം നല്ല ഉത്സാഹമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പല വീഡിയോകളും ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കുടിക്കട്ടെ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമുക്ക് അതിന് ജ്യൂസ് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ചെറുതാക്കി അരിഞ്ഞിട്ടെങ്കിൽ പിന്നെ നമ്മൾ ചെറുത് സ്പൂണോ എന്തെങ്കിലും എടുത്തെങ്കിൽ നല്ലോണം ഒന്ന് ഉടച്ചെടുത്താൽ മതി. ജ്യൂസ് മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി. ഇനി നമ്മളൊന്ന് നല്ല സ്പൂൺ എടുത്തിട്ട് നല്ല ഉറപ്പുള്ള സ്പൂൺ ആയിക്കണം. അല്ലെങ്കിൽ നമ്മളൊന്ന് കുത്തുമ്പോൾ അത് പൊട്ടിപ്പാൻ സാധ്യതയുണ്ട്. ഉറപ്പുള്ള നല്ലോണം അങ്ങനെ കുത്തി ആ വെള്ളം അങ്ങനെ റെഡിയായി വരണം. ആ കഷ്ണങ്ങളൊക്കെ പോയിട്ട് വെള്ളം പോലെ ആയി വരണം. അതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക. ഇപ്പോൾ 2-3 ഗ്ലാസ്സിന് ഇപ്പോൾ 2 ടീസ്പൂൺ 3 ടീസ്പൂണൊക്കെ 2 ടീസ്പൂണൊക്കെ പഞ്ചസാര മതി. മധുരം ആവശ്യത്തിനനുസരിച്ച് ഇടുക. ചില ആൾക്കാർക്ക് മധുരം കുറച്ച് മതിയോ, ചില ആൾക്കാർ തീരെ ബത്തക്കൻ്റെ മധുരം മാത്രം മതിയോ. ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ഇതിലിട്ടത്. പിന്നെ അതിൽ ഒരു ഏലക്കായ ഉണ്ടെങ്കിൽ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇത് പഞ്ചസാര കൂട്ടിങ്ങാൻ മെഷീനിലിട്ട് അടിച്ചെടുത്താൽ മതി. പഞ്ചസാര കൂട്ടി അടിച്ചാൽ കുറച്ചൊക്കെ ആണെങ്കിൽ അടിച്ചിട്ടു. അപ്പോൾ നമ്മളൊരു ചിലപ്പം 2 ടീസ്പൂണ് 3 ടീസ്പൂണ് പഞ്ചസാരയാണ് ഇപ്പോൾ നമ്മളിട്ട് 3.5 ടീസ്പൂണ്. അപ്പോൾ 3.5 ടീസ്പൂണാണ് ഇട്ടത്. അത് നല്ല മധുരം ഉണ്ടാവും. എണ്ണ എത്ര ഒന്നും ആവശ്യമില്ല, 2 ടീസ്പൂണൊക്കെ മതി. ഞാൻ ഏകദേശം കൂടുതലിട്ടതാണ്. എനിക്ക് ലേശം മധുരം അധികമാണ്. അപ്പോൾ ഒരു അര ലിറ്ററിൻ്റെ പാലും, അര ലിറ്റർ മൊത്തം ഒന്നും വേണം. ഞങ്ങൾക്കൊരു കുറച്ചവിടെ വെച്ചിട്ട് ബാക്കിയാണ് എടുക്കുന്നത്. ഇപ്പോൾ 2 ആൾക്കാർക്ക് മാത്രമുള്ള ജ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഉണ്ടാക്കുന്നില്ല. ഏകദേശം ഒരു 400 മില്ലി ആയിട്ട് വെച്ച് ബാക്കി 100 മില്ലിയൊക്കെ ബാക്കിയുണ്ടാവും. അപ്പോൾ അടിപൊളിയായി. ഇതാണ് പരിപാടി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ പറഞ്ഞ കസ്കസ് വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഒഴിക്കും. നമ്മളിരുത്ത സ്റ്റോക്കില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇത് നമ്മൾ ഏലക്കായ കൂട്ടി പൊടിച്ചാണ്. അതൊരു ടീസ്പൂൺ പഞ്ചസാര ഏലക്കായ ഇട്ട് കൂട്ടി പൊടിച്ചാണ് ടീസ്പൂൺ. അത് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫേവറേറ്റ്, അടിപൊളിയാവും. എന്നിട്ട് ഗ്ലാസ് കൊണ്ട് കുടിച്ചാൽ എല്ലാ ക്ഷീണവും മാറും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ബത്തക്ക ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും. പാലും ഉണ്ടാവും. പാലില്ലെങ്കിൽ ഒരു
അര ലിറ്റർ പാലും വാങ്ങാം. എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ചൊരു പിന്നെ ബത്തങ്ങനെ ചെറിയ ലേശം വലുതായ പീസ് അതിൽ കട്ട് ചെയ്തിട്ട് അടിയിലിടുക. അതിലൊക്കെ നമ്മൾ ഒഴിക്കുക. പിന്നെ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും ഞാനൊരു ചെറിയ പാത്രത്തിൽ ഐസ് എടുത്തിട്ടാണ്, ക്യൂബൊന്നുമില്ല. അപ്പോൾ അതും പൊട്ടിച്ച് ഞാൻ അതിലൊക്കെ ഇട്ടിട്ട് നല്ല തണുപ്പ് വേണ്ടിയ ആളുകൾ, തണുപ്പ് അല്ലെങ്കിൽ തണുപ്പ് കുറവ് അധികമൊക്കെ പിന്നെ ഐസിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ ഈ നോമ്പ് കഴിയുന്നതിനിടയ്ക്ക് നിങ്ങൾ നോമ്പ് കഴിഞ്ഞാലും ഉപയോഗിക്കുക, എങ്കിലും ഈ നോമ്പിനൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കുക എങ്ങനെ ഉണ്ടെന്ന്. മോശമാണെങ്കിൽ അതിനോടുകൂടി നിർത്താമല്ലോ. നമുക്ക് ഞാൻ രണ്ട് പ്രാവശ്യം ഒക്കെ റെഡിയാക്കി കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് ഞാൻ നിർത്തുന്നുള്ള പരിപാടിയില്ല. അര ലിറ്റർ പാലും ബത്തക്ക ഏതായാലും നമ്മൾ വീട്ടിൽ വാങ്ങും. അപ്പോൾ അത് അടിപൊളിയാക്കി. അപ്പോൾ ഏതാണ് സംഗതിയൊക്കെ റെഡിയായി, ഐസൊക്കെ ഇട്ട് റെഡി, നോമ്പറക്കാനുള്ള റെഡിയായിട്ട് നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കുടിച്ച് നോക്കാൻ. അപ്പോൾ സംഗതിയൊക്കെ അടിപൊളിയാണ്. ഞാൻ 2 പാത്രത്തിൽ ഇങ്ങനെ ഐസ് ആക്കി വെച്ചതാണ്. അപ്പോൾ ഐസൊക്കെ പൊട്ടിച്ച് അതിലിട്ട് ഒക്കെ റെഡി. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ടെസ്റ്റ് നോക്കണം, ആരും ഇത് മറക്കരുത്.